നമസ്കാരം, എല്ലാവർക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. ഈ ഒരു സീരീസിലൂടെ നമ്മൾ നോക്കുന്നത് SSCRT പാഠപുസ്തകങ്ങളാണ്. പാഠപുസ്തകങ്ങളുടെ ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും എക്സ്പ്ലനേഷൻ ഒറ്റ വീഡിയോ ആയിട്ട് നമ്മൾ നൽകുകയാണ്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം CBSE പഠിച്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിലുള്ള ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ക്വസ്റ്റ്യനൊക്കെ മലയാളത്തിൽ വരുമ്പോൾ അവർക്ക് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ പ്രയോജനകരമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇംഗ്ലീഷും കൂടി ഇവിടെ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും എക്സ്പ്ലനേഷനോടുകൂടി നമുക്ക് ക്ലാസ്സുകൾ മുമ്പോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനകരമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂട്ടുകാർക്കും കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ മുതലാണ് ഇവിടെ നോക്കുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ സോഷ്യൽ സയൻസ് 5ാം ക്ലാസ് മുതലാണ് നമ്മൾ ആരംഭിക്കുന്നത്. ആദ്യമേ നമ്മൾ സോഷ്യൽ തന്നെയാണ് എടുക്കുന്നത്. 5ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ പീലിയുടെ ഗ്രാമം എന്നുള്ളതാണ്. ടെക്സ്റ്റിനകത്ത് അധികം പോയിന്റ്സ് ഒന്നും ഈ ഒരു ചാപ്റ്ററിൽ ഇല്ല, പക്ഷേ നമ്മുടെ ടീച്ചർ ടെക്സ്റ്റിൽ കുറച്ചധികം പോയിന്റ്സ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളിവിടെ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് കുറച്ച് പോയിന്റ്സ് എന്ന് പറയാനായിട്ട് വളരെ കുറച്ച് ഭാഗങ്ങളാണ് ഉള്ളത്. ആദ്യം തന്നെ ഞാനത് പറയാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ വിപണി എന്താണ് എന്നാണ്. വിപണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇംഗ്ലീഷ് അറിയുക, മാർക്കറ്റ് എന്നുള്ളതാണ് വിപണി. അപ്പം മലയാളത്തിൽ ഞാൻ ആദ്യം പറയാം. ചരക്കുകൾ, സാധനങ്ങൾ, കന്നുകാലികൾ എന്നിവ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി ആളുകൾ പതിവായി ഒത്തുചേരുന്ന ഇടമാണ് വിപണി. എന്താണ് വിപണി എന്ന് പറയുന്നത്? ചരക്കുകൾ, സാധനങ്ങൾ എന്നിവ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി ആളുകൾ പതിവായി ഒത്തുചേരുന്ന സ്ഥലമാണ് വിപണി. ചരക്കുകളും സാധനങ്ങളും ഒക്കെ വാങ്ങുകയും വേണം, വിൽക്കുകയും ചെയ്യണം. അതിനുവേണ്ടി സ്ഥിരമായി ആൾക്കാർ എത്തിച്ചേരുന്ന സ്ഥലമാണ് വിപണി എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു പോയിന്റ് ആണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. സവിശേഷ സാംസ്കാരികതയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സാമൂഹിക സ്ഥാപനങ്ങളായിട്ടാണ് വിപണിയെ സമൂഹശാസ്ത്രജ്ഞർ കാണുന്നത്. അപ്പോൾ സമൂഹശാസ്ത്രജ്ഞർ വിപണിയെ എങ്ങനെ കാണുന്നത്? സവിശേഷ സാംസ്കാരികതയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള, അതായത് ഒരു പ്രത്യേകമായിട്ടുള്ള കുറേ എന്തൊക്കെയോ കോൺസെപ്റ്റ്സുകളുള്ള സാംസ്കാരികതയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സാമൂഹിക സ്ഥാപനങ്ങൾ, അങ്ങനെയാണ് വിപണിയെ ആര് കാണുന്നത്? സാമൂഹ്യ ശാസ്ത്രജ്ഞർ കാണുന്നത്. അപ്പം തിരിച്ചും ചോദിക്കാം, എന്താണ് സവിശേഷ സാംസ്കാരികതയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സാമൂഹ്യ സ്ഥാപനങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? വിപണിയാണ്. ഇനി ഉപഭോക്താക്കൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുക വഴി സമൂഹത്തിൽ സാധന സേവനങ്ങളുടെ വിതരണവും ലഭ്യതയും ഉറപ്പുവരുത്തുന്നത് വിപണിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്, എന്താണ്? സാധനങ്ങളും സേവനങ്ങളും ഉപഭോക്താക്കൾക്ക് ആവശ്യമായ രീതിയിൽ ലഭ്യമാക്കുക എന്നതുവഴി സമൂഹത്തിൽ സാധന സേവനങ്ങളുടെ വിതരണവും ലഭ്യതയും ഉറപ്പിലാക്കുന്നത് എന്താണ്? വിപണിയാണ്. എന്താണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറഞ്ഞേ. എന്താണ്? ഉപഭോക്താക്കൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും രണ്ടുമുണ്ട്. ഇത് രണ്ടും ലഭ്യമാക്കുക എന്നത് വഴി സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിതരണവും ലഭ്യതയും ഉറപ്പുവരുത്തുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ വിപണിയാണ്. ഇനി നമുക്കതിന്റെ ഇംഗ്ലീഷ് ഒന്ന് നോക്കണം. വിപണി എന്ന് പറഞ്ഞാൽ മാർക്കറ്റ്. A market is a place where people regularly gather to buy and sell goods and livestock. എന്താണ്? സാധനങ്ങളും സേവനങ്ങളും ഒക്കെ എന്ത് ചെയ്യാനായിട്ട്? വാങ്ങിക്കാനായിട്ടും അതുപോലെ തന്നെ വിൽക്കുന്നതിനുമായിട്ട് ആൾക്കാർ പതിവായി ഒത്തുചേരുന്ന സ്ഥലമാണ് എന്ത്? വിപണി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആ ഡെഫിനിഷൻ പോലെ പറഞ്ഞു. എന്താണത്? സോഷ്യോളജിസ്റ്റുകൾ എന്ത് പറയുന്നു? സോഷ്യോളജിസ്റ്റ്, അതാണ് സാമൂഹ്യ ശാസ്ത്രജ്ഞർ എന്ന് പറയുന്നത്. സോഷ്യോളജിസ്റ്റ് വ്യൂ മാർക്കറ്റ്സ് ആസ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബിൽഡ് ഓൺ സ്പെസിഫിക് കൾച്ചേഴ്സ്. അതായത് സ്പെസിഫിക് കൾച്ചേഴ്സോടുകൂടി ബിൽഡ് ചെയ്തിട്ടുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എന്തെന്ന് പറയുന്നത്? മാർക്കറ്റ് എന്ന് പറയുന്നത്. എന്താണ്? ഒന്നുകൂടെ പറഞ്ഞേ. സോഷ്യോളജിസ്റ്റിന്റെ വ്യൂവില് എന്താണ്? മാർക്കറ്റ് ഈസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡ് ഓൺ സ്പെസിഫിക് ഫീച്ചേഴ്സ്. അപ്പൊ സ്പെസിഫിക് ഫീച്ചേഴ്സോടുകൂടി ബിൽഡ് ചെയ്തിട്ടുള്ള എന്ത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതാണെന്ന് ചോദിച്ചാൽ മാർക്കറ്റ് ആണ്. The market ensures the distribution and availability of goods and services in society by providing consumers with the goods and services they need. ഒന്നുകൂടെ പറയാം. The market ensures, മാർക്കറ്റ് എന്താണ് ഉറപ്പുവരുത്തുന്നത്? ഉപഭോക്താക്കൾക്ക് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ ഗുഡ്സും സർവീസസും അവർക്ക് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് അവര് ഉറപ്പ് വരുത്തുന്നു. ഇതാണ് മാർക്കറ്റ് എന്നുള്ളത്. ഇനിയുള്ളത് എന്താണ്?
ആദ്യം തന്നെ അടുത്ത് നോക്കാനുള്ളത് സ്ലം ആണ്. സ്ലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം എന്താണ്, ചേരികളാണ് അല്ലെ. ചേരികളുടെ പ്രത്യേകത എന്താണ്? ചേരികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഏകദേശം ഒരു പിക്ചർ നമുക്കറിയാം. വളരെയധികം ജനസാന്ദ്രത, ജനങ്ങളുടെ എണ്ണത്തെക്കാൾ ഉപരി ജനസാന്ദ്രത. എന്താണ്? ഡെൻസിറ്റിയാണ് ജനസാന്ദ്രത. ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന സ്ഥലം, തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന ഒരു സ്ഥലം. ഒരു ചെറിയ ഒരു ഏരിയയിൽ പോലും ഒരുപാട്, അതിൽ കൊള്ളാവുന്നതിനപ്പുറം ജനങ്ങൾ താമസിക്കുന്നതിനാണ് നമ്മൾ ജനസംഖ്യ എന്നതിനേക്കാൾ കൂടുതൽ ജനസാന്ദ്രത എന്ന് പറയുന്നത്. ജനസംഖ്യ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ആണ്, ജനസാന്ദ്രത എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ആണ് എന്നുള്ളത് ഓർക്കുക. ഇനി ചേരി എന്ന് പറഞ്ഞാൽ വളരെ ജനസാന്ദ്രതയുള്ള നഗര പാർപ്പിട മേഖലയാണ്, അർബനാണ്, നഗരമാണ്. സ്ലംസ് എന്ന് പറയുന്നത് വളരെ ജനസാന്ദ്രതയുള്ള നഗര പാർപ്പിട ഏരിയ ആണ്. അപ്പൊ ഇംഗ്ലീഷിൽ പറയാം, സ്ലംസ് ആർ ഡെൻസ്ലി പോപ്പുലേറ്റഡ് അർബൻ റെസിഡൻഷ്യൽ ഏരിയാസ്. വളരെ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള അർബൻ ആയിട്ടുള്ള ഏരിയാസ് ആണ് എന്തെന്ന് പറയുന്നത്, സ്ലംസ് എന്ന് പറയുന്നത്. ഇനി ചേരിയുടെ അടിസ്ഥാന സൗകര്യം പലപ്പോഴും കുറവായിരിക്കും. നമുക്കറിയാമല്ലോ, ഇത്രയും ആൾക്കാർ വന്ന് താമസിക്കുന്ന എന്താണ്, വലിയ ബിൽഡിങ്ങോ ഒന്നും അല്ല, ചെറിയ ചെറിയ കുടിലുകൾ പോലത്തെ ചെറിയ ഷീറ്റും ഒക്കെ വച്ച് മറിച്ചിട്ടുള്ള ഏരിയകളൊക്കെ ആയിരിക്കും. അതിനകത്ത് ഒരു റൂമിൽ തന്നെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ടാവും. അപ്പൊ അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്തായാലും കുറവ് തന്നെയാണ്. ശുചിത്വ സേവനങ്ങൾ, ശുദ്ധജല വിതരണം, മറ്റ് അടിസ്ഥാന സേവനങ്ങൾ എന്നിവയുടെ അപര്യാപ്തത ചേരികളിൽ പ്രകടമാണ്. എന്താണ്, അവിടെ കൃത്യമായ രീതിയിൽ എപ്പോഴും ഒരു ശുചിത്വ സേവനം അല്ലെങ്കിൽ ശുദ്ധജല വിതരണം, അതുപോലെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ, ഇപ്പം നമ്മൾ പറഞ്ഞ നമുക്ക് ഒരുപാട് പബ്ലിക് ടോയ്ലറ്റ്സ്, ഇത്രയും പേർക്കും വേണ്ട പബ്ലിക് ടോയ്ലറ്റ്സ് ഒന്നും അവിടെ ഉണ്ടാകത്തില്ല. അത് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് നമ്മൾ പറയേണ്ടുന്നത്? ഇൻഫ്രാസ്ട്രക്ചർ ഇൻ സ്ലംസ്. സ്ലംസിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ്? വെരി പുവർ ആയിട്ടുള്ളതാണ്. ഇൻഅഡിക്വേറ്റ് സാനിറ്റേഷൻ സർവീസസ്. സാനിറ്റേഷൻ എപ്പോഴും ശുചിത്വമായിട്ട് കിടക്കുന്ന സ്ഥലമാണോ? അല്ല. പിന്നെ ക്ലീൻ വാട്ടർ സപ്ലൈ, ശുദ്ധജല വിതരണം ഉണ്ടാകുമോ? ഇല്ല. ആൻഡ് അതർ ബേസിക് സർവീസസ് ആർ എവിഡന്റ് ഇൻ സ്ലംസ്. ഇതുപോലത്തെ ഉള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് കാണില്ല? ഈ സ്ലംസിൽ അധികം കാണില്ല. സോഷ്യൽ ആൻഡ് എക്കണോമിക് ബാക്ക്വേർഡ്നെസ് ആൻഡ് അൺസേഫ് ഹൗസിംഗ് ആർ ദ ലിമിറ്റേഷൻ ഓഫ് സ്ലംസ്. ഇനി സ്ലംസിന്റെ അല്ലെങ്കിൽ ചേരികളുടെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പരിമിതികൾ എന്താണ്? സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള പിന്നാക്കാവസ്ഥ, സാമൂഹികമായിട്ടുള്ളതും സാമ്പത്തികമായിട്ടുള്ളതുമായിട്ടുള്ള പിന്നോക്കാവസ്ഥയാണ് ഉള്ളത്. എന്താണ് അതൊക്കെ? എക്കണോമിക്കും സോഷ്യലും, സോഷ്യൽ ആൻഡ് എക്കണോമിക് ബാക്ക്വേർഡ്നെസ്. അതാണ് എന്തെന്ന് പറയുന്നത്? സ്ലംസിന്റെ അല്ലെങ്കിൽ ചേരികളുടെ ലിമിറ്റേഷൻ, പരിമിതി എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ് നോക്കൂ, വീക്ക്ലി മാർക്കറ്റ്സ്. എന്താണ് വീക്ക്ലി മാർക്കറ്റ്സ്? മലയാളത്തിൽ എന്ത് പറയാം നമുക്ക്? ആഴ്ച ചന്തകൾ എന്ന് പറയാം. എന്താണ്? എളുപ്പമാണ്. തങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കാനും സ്വന്തം ഗ്രാമങ്ങളിൽ ലഭിക്കാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങാനും എത്തുന്ന അടുത്തടുത്ത ഗ്രാമങ്ങളിലെ ആളുകളെ ആഴ്ചച്ചന്തകൾ ഒന്നിച്ചു ചേർക്കുന്നു. അപ്പൊ ആഴ്ചച്ചന്തകളിൽ ആരൊക്കെ വരും? നമ്മുടെ ഗ്രാമത്തിലുള്ളവരെ കൂടാതെ അടുത്തടുത്ത ഗ്രാമങ്ങളിലെ ആൾക്കാരും വരും. എന്താണ്? ഇപ്പൊ എന്റെ ഗ്രാമത്തിൽ ലഭ്യമല്ലാത്തൊരു സാധനം വാങ്ങിക്കാനായിട്ട് ഞാൻ എവിടെ പോകുന്നു? എന്റെ തൊട്ടടുത്ത ഗ്രാമത്തിലേക്ക് പോകുന്നു. അങ്ങനെയുള്ള വിപണികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു എന്താണ് അതിന് പറയുന്നത്, സവിശേഷമായിട്ടുള്ള ഒരു രീതി, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒരു കച്ചവട രീതി. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആഴ്ച ചന്തകൾ എന്ന് വിളിക്കുന്നത്. ഇത് ആഴ്ചയിൽ 1 or 2 ദിവസങ്ങളിലുണ്ട്. അപ്പൊ നമുക്ക് തന്നെ അറിയാം, ഇപ്പൊ തൊട്ടപ്പുറത്തെ ഒരു ഗ്രാമത്തില് ഇപ്പൊ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും ആഴ്ച ചന്തകളുണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതുപോലെ ഇവിടെ നമുക്ക് കിട്ടാത്ത സാധനങ്ങൾ അവിടെ കൊണ്ടുവരും. ഇപ്പൊ ചിലർ തന്നെ പറയത്തില്ലേ, എന്താണ് ഇപ്പം പിച്ചാത്തി അല്ലെങ്കിൽ ഇരുമ്പ് വാങ്ങിക്കാൻ അവിടെ സ്ഥലമുണ്ട്, അല്ലെങ്കിൽ തോട്ട, അത് നമ്മൾ എന്താണ് മാങ്ങയൊക്കെ പറിക്കുന്ന തോട്ട, അതൊക്കെ എന്ത് ചെയ്യും? അപ്പുറത്ത് ഇന്ന ദിവസങ്ങളിൽ അവിടുത്തെ ആ ചന്തയിൽ ഇന്ന ദിവസം കൊണ്ടുവരും എന്ന് നമുക്ക് അറിയാമെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത് കിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവിടെ പോയി അത് വാങ്ങിക്കും. അങ്ങനെ ആഴ്ചയിൽ 1 or 2 ദിവസം ഉണ്ടാകും. അപ്പൊ അത് ഇംഗ്ലീഷിൽ നമുക്ക് എങ്ങനെ പറയാം? വീക്ക്ലി മാർക്കറ്റ്സ് ബ്രിങ് ടുഗെദർ പീപ്പിൾ from neighboring villages to sell their agricultural products and buy products that are not available in their own villages. ഇപ്പോൾ ഓരോ ഗ്രാമത്തിൽ ചിലർക്ക് മരച്ചീനി ആയിരിക്കും, അവിടുത്തെ മരച്ചീനി പ്രസിദ്ധമായിരിക്കും. അങ്ങനെ ഒരുപാട് കാർഷികമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അവരുടെ ആ ഒരു ഏരിയയിൽ കൃഷി ചെയ്യുന്നുണ്ടെന്ന് വെച്ചോ. അപ്പം നമ്മുടെ ഏരിയയിൽ അത് കൃഷി ചെയ്യാത്തതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അത് വാങ്ങിക്കാൻ. അതുപോലെ മറ്റ് പ്രൊഡക്ട്സ്, കൊട്ട, വട്ടി തുടങ്ങിയ പ്രൊഡക്ട്സ് ഒക്കെ ഇല്ലേ, ഇങ്ങനെയുള്ള സാധനങ്ങൾ അതുപോലെ എന്തും ആകാം, അവിടെ ഉണ്ട്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ചൊവ്വ വ്യാഴ ദിവസം അല്ലെങ്കിൽ തിങ്കൾ ബുധൻ ഏതെങ്കിലും 2 ദിവസം അവിടെ ഉണ്ട് എന്ന് അറിയാമോ? ആ ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ പോയി അത് വാങ്ങിക്കും. അതാണ് വീക്ക്ലി മാർക്കറ്റ്സ് എന്ന് പറയുന്നത്. ദീസ് മാർക്കറ്റ്സ് ആർ ഹെൽഡ് 1 or 2 days a week.
ആഴ്ചയിൽ 1-2 ദിവസങ്ങളിലായിരിക്കും ഇത് ഉണ്ടാവുക. ഇനിയുള്ളത് വീക്കെൻഡ് മാർക്കറ്റ്സ് ആണ്. വീക്കെൻഡ് മാർക്കറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? വീക്ക് എൻഡ്, വാരാന്ത വിപണികൾ. എന്താണ് വാരാന്ത വിപണികൾ? വിപുലമായ കുടിയേറ്റം നടന്നിട്ടുള്ള ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങളുടെ അഭാവമുള്ള സമ്പദ് വ്യവസ്ഥ വികസിച്ചിട്ടില്ലാത്ത വന മലമ്പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഗോത്രജന വിഭാഗങ്ങൾ താമസിക്കുന്ന ഭാഗത്ത് വാരാന്ത വിപണികൾ സാധനങ്ങളുടെ ക്രയവിക്രയത്തിന്റെയും സാമൂഹ്യ വ്യവഹാരങ്ങളുടെയും മുഖ്യ സ്ഥാപനങ്ങളാണ്. ഇംഗ്ലീഷ് മീഡിയംകാർക്ക് നല്ല ഡൗട്ട് കാണും. 1 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ, മലയാളം ഒന്ന് പറയട്ടെ. എന്താണ് വിപുലമായിട്ടുള്ള കുടിയേറ്റം? അറിയാലോ, കുടിയേറ്റം നടന്നിട്ടുള്ള, അതുപോലെ ഗതാഗതമോ വാർത്താവിനിമയമോ ആയിട്ടുള്ള സൗകര്യങ്ങളൊന്നും അധികം ഇല്ലാത്ത, സമ്പദ് വ്യവസ്ഥ വികസിച്ചിട്ടില്ലാത്ത, നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഭയങ്കരമായിട്ട് വികസിച്ചിട്ടില്ലാത്ത ഒരു റൂറൽ ഏരിയ, അവിടെ എന്താണ് വന മലമ്പ്രദേശങ്ങൾ. ഒന്നുകിൽ അത് വനപ്രദേശമായിരിക്കും, ഇല്ലെങ്കിൽ ഏതെങ്കിലും മലമ്പ്രദേശമായിരിക്കും. ഇവിടെയാണ് കൂടുതലും ഗോത്രജന വിഭാഗങ്ങളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അവിടെയാണ് എന്തുള്ളത്? വാരാന്ത വിപണികൾ ഉള്ളത്. അതെങ്ങനെയാണ്? സാധനങ്ങളുടെ ക്രയവിക്രയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ക്രയവിക്രയത്തിന്റെയും പിന്നെ സാമൂഹിക വ്യവഹാരങ്ങളുടെയും ഒക്കെ മുഖ്യ സ്ഥാപനങ്ങളാണ്. ഇംഗ്ലീഷിൽ ഞാൻ പറയാം, ഇൻ ഫോറസ്റ്റ് ആൻഡ് ഹില്ലി ഏരിയാസ്, വനപ്രദേശം അല്ലെങ്കിൽ ഹില്ലി ഏരിയാസ് മലമ്പ്രദേശം, വേർ there has been extensive migration, കുടിയേറ്റം, വളരെ വിപുലമായ എക്സ്റ്റെൻഡീവ് മൈഗ്രേഷൻ, വിപുലമായ കുടിയേറ്റം നടന്നിട്ടുള്ള, ലാക്ക് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്. എന്താണ് ട്രാൻസ്പോർട്ട്? ഗതാഗതം, കമ്മ്യൂണിക്കേഷൻ, വാർത്താവിനിമയം, ഇതിന്റെ ഒക്കെ ലാക്ക് ആയിട്ടുള്ള, ഇതെല്ലാം കുറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലത്ത്, ആൻഡ് വെയർ ദ എക്കണോമി ഈസ് നോട്ട് ഡെവലപ്ഡ്, ഇവിടെ എന്താണ് സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ എക്കണോമി ഭയങ്കരമായിട്ടൊന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു സ്ഥലത്ത് എസ്പെഷ്യലി വെയർ ട്രൈബൽ ഗ്രൂപ്പ്സ് ലിവ്, ട്രൈബൽ ആയിട്ടുള്ള ആൾക്കാര്, ട്രൈബൽ ആയിട്ട് ആൾക്കാരാണ് കൂടുതൽ ഇവിടെ താമസിക്കുന്നത്. ട്രൈബൽ, മലയാളത്തിൽ ഗോത്രജന വിഭാഗം, ട്രൈബൽ എന്ന് പറയാൻ ഗോത്രജന വിഭാഗം, ഇവർ താമസിക്കുന്ന ഈ ഒരു സ്ഥലത്താണ് എന്തുള്ളത്? ഈ വീക്കെൻഡ് മാർക്കറ്റ്സ് ഉള്ളത്. ഈ വീക്കെൻഡ് മാർക്കറ്റ്സിൽ എന്തുണ്ട്? വീക്കെൻഡ് മാർക്കറ്റ്സ് ആർ ദ മെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ആൻഡ് സോഷ്യൽ ട്രാൻസാക്ഷൻസ്. സോഷ്യൽ ട്രാൻസാക്ഷൻസ് നടക്കുന്ന, അതുപോലെ സാധനങ്ങൾ വാങ്ങിക്കാനും വിൽക്കാനും ഒക്കെ പറ്റുന്ന ഈ ഒരു സ്ഥലം എവിടെയാണുള്ളത്? ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? വീക്കെൻഡ് മാർക്കറ്റ്സ്. എവിടെയൊക്കെ എന്ന് പറഞ്ഞു? ഫോറസ്റ്റിലും ഹിൽ ഏരിയസിലും എന്ന് പറഞ്ഞു. എക്സ്റ്റെൻഡ് ആയിട്ടുള്ള എന്തുള്ളത്? എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള മൈഗ്രേഷൻ ആണ് ഇവിടെ നടന്നിട്ടുള്ളത്, ഇങ്ങനെയുള്ള സ്ഥലം. ഇനി ലോക്കൽസ് അപ്രോച്ച് ട്രേഡേഴ്സ് ടു സെൽ ദെയർ അഗ്രികൾച്ചറൽ ആൻഡ് ഫോറസ്ട്രി പ്രൊഡക്ട്സ്. ഇപ്പൊ ഫോറസ്ട്രി പ്രൊഡക്ട്സ് ആർക്കുള്ള? വനപ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരുടെ ഫോറസ്ട്രി പ്രൊഡക്ട്സ് ആയിക്കോട്ടെ, അതുപോലെ അഗ്രികൾച്ചർ ആയിട്ടുള്ള സാധനങ്ങളും ഒക്കെ ഇവരെന്ത് ചെയ്യും? ഈ വിൽക്കാനുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് കൊടുക്കും. ഞങ്ങളുടെ പ്രൊഡക്റ്റ് ആണ് ഇത്, ഇവിടെ കച്ചവടം ചെയ്യൂ എന്നുള്ള രീതിക്ക് കൊണ്ടുവന്ന് കൊടുക്കും. എന്നിട്ട് അവിടെ നിന്ന് തന്നെ ഫ്രം വെയർ ദേ ബൈ എസെൻഷ്യൽ ഗുഡ്സ്, അവിടെ നിന്ന് തന്നെ അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ അവർ വാങ്ങിക്കൊണ്ടു പോകും. എന്താണ്? തദ്ദേശവാസികൾ തങ്ങളുടെ കാർഷിക വനവിഭവങ്ങളുടെ വിൽപ്പനയ്ക്കായി വ്യാപാരികളെ സമീപിക്കുകയും അവിടെ നിന്ന് അവർ അവശ്യ വസ്തുക്കൾ വാങ്ങിക്കുകയും ചെയ്യും. എന്താണ്? തദ്ദേശവാസികൾ എന്ത് ചെയ്യുന്നു? തദ്ദേശവാസികൾ എന്ന് പറഞ്ഞാൽ അവിടെ താമസിക്കുന്നവർ, അവരുടെ കാർഷികവും വനപരമായിട്ടുള്ള വിഭവങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് വ്യാപാരികൾ ട്രേഡേഴ്സിന്റെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യുന്നു? അവരുടെ സാധനങ്ങൾ കൊടുക്കുന്നു, എന്നിട്ട് അവിടെ നിന്ന് അവർക്ക് വേണ്ടുന്നത് വാങ്ങിക്കൊണ്ടു പോകുന്നു. ഇത്രയുമാണ് അവിടെ ഉള്ളത്. ഇനി അന്തിച്ചന്തകൾ. അന്തിച്ചന്തകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രീറ്റ് മാർക്കറ്റ്സ് ആണ്. സ്ട്രീറ്റ് മാർക്കറ്റ്സ് ആർ ഹെൽഡ് ഓൺ സ്ട്രീറ്റ്സ് എവറി ഡേ ഇൻ ദ ഈവനിങ്. ഈവനിങ്ങിൽ എല്ലാ സ്ട്രീറ്റ്സിലും എല്ലാ ദിവസവും ഈവനിങ്ങിൽ നടക്കുന്ന കച്ചവടം, അതാണ് സ്ട്രീറ്റ് മാർക്കറ്റ്സ് എന്ന് പറയുന്നത്. എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ എവിടെയാണ്? സ്ട്രീറ്റ്സ്, തെരുവുകളിലാണ് അത് ഉള്ളത്. ഇത്രയുമാണ് ഇതിനകത്തുള്ള മെയിൻ പോയിന്റ്സ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ചേരികളുടെ പ്രധാന പരിമിതിയായി, ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയംകാർക്ക് ഇപ്പൊ ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ക്വസ്റ്റ്യൻസ് ഞാൻ മലയാളത്തിലാണ് വായിച്ചു പോവുക കേട്ടോ. അത്രയും നമ്മൾ പറഞ്ഞ കാര്യമാണ്, അതുകൊണ്ട് ഒരുപാട് ടൈം അവിടെ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ചേരികളുടെ പ്രധാന പരിമിതിയായി താഴെ പറയുന്നവയിൽ എന്താണ് കാണുന്നത്? അപ്പൊ സ്ലംസിന്റെ പരിമിതി, ലിമിറ്റേഷൻ എന്താണ്? ഇപ്പൊ ഓപ്ഷൻസ് കണ്ടല്ലോ. ആ ഓപ്ഷൻസിൽ ഏതാണ് ആൻസർ നോക്കൂ. എന്താണ് ആൻസർ? സി ആണ് അല്ലെ? എന്താണ്? സുരക്ഷിതമല്ലാത്ത പാർപ്പിടവും അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും. സുരക്ഷിതമായിട്ടുള്ള പാർപ്പിടം ഉണ്ടോ? ഇല്ല. അടിസ്ഥാന സൗകര്യങ്ങളുണ്ടോ ചേരികളിൽ, സ്ലംസിൽ? ഇല്ല. 2, സമൂഹശാസ്ത്രജ്ഞ വിപണിയെ അല്ലെങ്കിൽ മാർക്കറ്റിനെ എങ്ങനെ വീക്ഷിക്കുന്നു? സോഷ്യോളജിസ്റ്റ് എങ്ങനെയാണ് വിപണിയെ വീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞു. എന്താണ്? ഓപ്ഷൻസ് ഉണ്ടല്ലോ.
നിങ്ങൾ നോക്കൂ, ഇതിലേതാണ് ആൻസർ? ആൻസർ ബി ആണ്. സവിശേഷ സാംസ്കാരികതയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സാമൂഹിക സ്ഥാപനങ്ങളാണ്. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ പറയാം. എന്താണ്? സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബിൽഡ് ഓൺ സ്പെസിഫിക് കൾച്ചേഴ്സ്. അതാണ് ആൻസർ വരുന്നത്. അടുത്തത് 3. അടുത്തടുത്ത ഗ്രാമങ്ങളുടെ ആളുകളെ ഒന്നിച്ചു ചേർക്കുന്നതും ആഴ്ചയിൽ 1-2 ദിവസങ്ങളിൽ മാത്രം പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള വിപണി ഏതാണ്? ആഴ്ചയിൽ 1-2, നമ്മൾ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിരുന്നതാണത്. എവിടെ, എന്താണത്? ആഴ്ച ചന്തകളാണ്. ആഴ്ച ചന്തകളാണ് 1-2 ദിവസം പ്രവർത്തിക്കുന്നത്. എന്താണ് അതിന് പറയുന്നത്? നമ്മൾ വീക്ക്ലി മാർക്കറ്റ്സ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയേണ്ടത്. ഇനി അടുത്തത് എന്താണ്? എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ തെരുവുകളിൽ സജീവമാകുന്ന വിപണികൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? എല്ലാ ദിവസവും വൈകുന്നേരം ഉള്ളത് സ്ട്രീറ്റ് മാർക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തി ചന്തകൾ. അതാണ്. ഇനി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1. വിപണികൾ സമൂഹത്തിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിതരണവും ലഭ്യതയും ഉറപ്പുവരുത്തുന്നു. അല്ലെ? വിപണികൾ, മാർക്കറ്റ്സ്, അതല്ലേ സമൂഹത്തിലെ എന്താണ് നമ്മുടെ സൊസൈറ്റിയിൽ ഗുഡ്സും സർവീസസും ഉറപ്പുവരുത്തുന്നത് വിപണികളല്ലേ? അതെ. പ്രസ്താവന 2. ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങൾ വികസിക്കാത്ത മലമ്പ്രദേശങ്ങളിലെ സാമൂഹിക വ്യവഹാരങ്ങളുടെ മുഖ്യ കേന്ദ്രമാണ് വാരാന്ത വിപണികൾ. എന്താണ് വാരാന്ത വിപണികൾ എന്ന് പറഞ്ഞാൽ? എന്താണ്? വീക്കെൻഡ് മാർക്കറ്റ്സ്. അവിടെ അതെന്തുകൊണ്ടും നമ്മൾ പറഞ്ഞിരുന്നില്ലേ, ഹിൽ ഏരിയാസിലെ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഏരിയാസിലെ വളരെ ഡെവലപ്മെന്റ് ഇല്ലാത്തടത്ത് എന്ത് ചെയ്യുന്നത്? നടത്തുന്നത്, കച്ചവടം നടത്തുന്ന പ്രധാന സ്ഥലമാണ് വീക്കെൻഡ് മാർക്കറ്റ്സ്. നമ്മൾ പറഞ്ഞതാണ്. അത് ശരി ഉത്തരം. അപ്പൊ 2 പ്രസ്താവനകളും ശരിയാണ്. വാരാന്ത വിപണികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഗോത്രജന വിഭാഗങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിൽ ഇവ പ്രധാനമാണ്. അല്ലെ? ട്രൈബൽ ഏരിയാസിൽ ഇത് പ്രധാനമാണല്ലോ. അതെ. തദ്ദേശവാസികൾ വനവിഭവങ്ങൾ വിൽക്കാൻ വ്യാപാരികളെ സമീപിക്കുന്നത് ഇവിടെയാണ്. അല്ലേ? ആ ഫോറസ്റ്റ് ഭാഗമല്ലേ നമ്മൾ പറഞ്ഞല്ലേ, ഹിൽ ഫോറസ്റ്റ് ഏരിയയിൽ, അവിടെ നിന്ന് വ്യാപാരികളെ സമീപിക്കുന്നത് ഇവിടെയാണ്. അതെ. സമ്പദ്ഘടന വളരെ വികസിതമായ ഇടങ്ങളിലാണ് ഇവ പ്രധാനമായും കാണപ്പെടുന്നത്. ആണോ? അല്ല, ഡെവലപ്മെന്റ് കുറവാണ് ഇവിടെ. അപ്പൊ ആൻസർ എന്താണ്? 1ഉം 2ഉം ശരിയാണ് എന്നുള്ളതാണ്. ഇനി ചേരികൾ അല്ലെങ്കിൽ സ്ലംസിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? തെറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ചേരികൾ ജനസാന്ദ്രത കുറഞ്ഞ നഗരപ്രദേശങ്ങളാണ്. ആണോ? അല്ല, ജനസാന്ദ്രത കൂടിയതാണ്. ശുദ്ധജല വിതരണത്തിന്റെ അപര്യാപ്തത ചേരികളിൽ പ്രകടമാണ്. അല്ലെ? തീർച്ചയായും. സാമൂഹികവും സാമ്പത്തികവുമായ പിന്നാക്കാവസ്ഥ ഇവയുടെ സവിശേഷതകളാണ്. അല്ലേ? അതെ. അപ്പൊ ആൻസർ എന്താണ്? 1 മാത്രമാണ് തെറ്റ്. ജനസാന്ദ്രത കുറവാണോ? അല്ല, കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഇത്രയേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. നമ്മുടെ ടെക്സ്റ്റിനകത്ത് അധികം കാര്യങ്ങളില്ല, കൂടുതലും ടീച്ചർ ടെക്സ്റ്റിനകത്താണ് ഉള്ളത്. അപ്പോൾ ഈ പോയിന്റ്സ് നന്നായിട്ട് നോക്കുക. ഇത് ഇംഗ്ലീഷ് മീഡിയംകാർക്കും കൂടി പ്രയോജനകരമാകട്ടെ എന്ന് കരുതിയിട്ടാണ് ഇംഗ്ലീഷിലും കൂടി നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രയോജനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ ഒന്ന് അറിയിക്കണം. നിങ്ങളുടെ ലൈക്ക് ഞാൻ അതിൻ്റെ മറുപടി ആയിട്ട് പ്രതീക്ഷിക്കുന്നു. താഴെ കുറച്ച് കമൻസും പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.